നമസ്കാരം, മൊയ്തു അഞ്ചലാണ്. ഞാനുള്ളത് കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ എയ്സ് സ്റ്റഡി സെൻ്ററിലാണുള്ളത്. ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിനി +2-ൽ 1200 മാർക്കും നേടി അഭിമാനകരമായ വിജയം നേടിയിരിക്കുകയാണ്. അഞ്ചൽ എയ്സ് സ്റ്റഡി സെൻ്ററിലെ ഗോപിക എന്ന വിദ്യാർത്ഥിനിയാണ് 1200 മാർക്ക് നേടി +2-ൽ അഭിമാനകരമായ വിജയം നേടിയത്. ഗായത്രിയുടെ അനിയത്തി ഇവിടെ തന്നെയാണ് ഉള്ളത്. ആ കുട്ടിയും +2-ൽ തന്നെയാണ്. 197 മാർക്ക് നേടി ഈ ഗായത്രിയുടെ അനുജത്തിയും നല്ല വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇരട്ട കുട്ടികളാണ്. ഇവിടെ വലിയ കോച്ചിങ്ങാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ കിട്ടുന്ന എല്ലാവിധ കോച്ചിങ്ങും പിന്തുണയൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് അഞ്ചൽ എയ്സ് സ്റ്റഡി സെൻ്റർ. അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം ഉള്ളത്. നമുക്ക് ഈ സ്ഥാപനത്തിലോട്ട് അതിൻ്റെ നടത്തിപ്പുകാരും ഈ കുട്ടികളുമായിട്ടൊക്കെ നമുക്കൊന്ന് വിവരങ്ങൾ കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം. ഇവിടുത്തെ വലിയ അഭിമാനകരമായ വിജയമാണ് എയ്സ് സ്റ്റഡി സെൻ്ററിൽ നടത്തിയിട്ടുള്ളത്. ഹായ് ഗായത്രി, ഗോപിക ഗായത്രി അല്ലേ? രണ്ടുപേരും ഉണ്ട്. ആരാണിതിൽ ഗോപിക? 1200 മാർക്ക് നേടിയ ഗോപിക. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അനുഭവമൊക്കെ, പഠനാനുഭവമൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ വീട് കുളത്തൂപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്യൂഷന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, രാവിലെ വരാൻ. അപ്പോൾ ഞാൻ ശനി ഞായർ മാത്രമേ ട്യൂഷൻ വന്നുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഇവിടുത്തെ സാറന്മാരും എല്ലാ ടോപ്പിക്സും പഠിപ്പിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ 1200 മേടിക്കാൻ പ്രാപ്തിയാക്കിയത് വളരെ സന്തോഷം. അനുജത്തി ഗായത്രിക്ക് 3 മാർക്കിൽ പോയല്ലേ? 1198 3 മാർക്കൂടെ മോള് കിട്ടിയിരുന്നെങ്കിൽ നല്ല രണ്ടുപേർക്കും അഭിമാനകരമായ, രണ്ടുപേരും നല്ല വിജയമാണ്. രണ്ടുപേർക്കും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അഞ്ചൽ എയ്സ് സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥിനികളാണ് രണ്ടുപേരും. ഇരട്ട കുട്ടികളാണ്. മൂത്തവള് 1200 നേടി. ഇളയാള് 3 മാർക്കിന് പോയി. നമ്മുടെ മോള് ഏരു സ്കൂളിലെ ടോപ്പറാണ്. ഈ മോളും എയ്സ് സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ പേര് ജിഷ്ണു നമ്മളോടൊപ്പം ഉണ്ട്. നല്ലൊരു വിജയമാണ് ഈ എയ്സ് സ്റ്റഡി സെൻ്റർ കാഴ്ചവെച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റഡി രീതികളൊക്കെ? കുട്ടികളൊക്കെ വളരെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ 2019 ആരംഭിച്ച സ്ഥാപനമാണ് ഈ സ്റ്റഡി സെൻ്റർ. ഹയർ സെക്കൻഡറി +1 +2 ട്യൂഷനും അതോടൊപ്പം തന്നെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങും മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ 2019 തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ കാലയളവിലും ഓരോ വർഷവും നമുക്ക് റിസൾട്ട് ഏറ്റവും മെച്ചപ്പെട്ട് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ഈ മേഖലയിൽ അഞ്ചൽ മേഖലയിൽ അല്ലെങ്കിൽ കൊല്ലൂർ മേഖലയിലെ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്ഥാപനമായിട്ട് എയ്സിന് മാറാൻ കഴിഞ്ഞു. ഈ വർഷം നമുക്ക് 63 കുട്ടികൾക്ക് നിലവിൽ ഫുൾ A+ നേടിക്കൊടുക്കാൻ എയ്സിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സമീപപ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ടാണ്. അതുപോലെ സംസ്ഥാനത്തെ 1ാമത്തെ റാങ്ക് 1200 മാർക്ക്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു മാർക്ക് പോലും ഗ്രേസ് മാർക്ക് ഇല്ലാതെ പഠിച്ച് മേടിച്ച ആദ്യത്തെ 1200 ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര അഭിമാനമാണ്. അത് നല്ല രീതിയിൽ അത് കഷ്ടപ്പെട്ട് ഗോപിക നല്ല രീതിയിൽ പഠിച്ച് മേടിച്ച മാർക്കാണ്. ഗോപിയുടെ തന്നെ സിസ്റ്ററായിട്ടുള്ള ഗായത്രി ഒരുമിച്ച് അവർ വന്ന് ഇവിടെ പഠിച്ച് ഒരുമിച്ച് വീട്ടിലിരുന്നാൽ ഒരുപാട് സമയം ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് തിരക്കി അങ്ങനെ നന്നായിട്ട് പഠിച്ച് വന്നതാണ്. ഇവിടുത്തെ അധ്യാപകർ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നമുക്ക് 4 സ്കൂളിലെ ടോപ്പ് മാർക്ക് നമുക്കാണ്. അപ്പം കുളത്തൂപ്പുഴ സ്കൂളിലെ ടോപ്പ് 1200 അവിടുത്തെ 2ാം സ്ഥാനം നമുക്കാണ്. അതുപോലെ ഏരൂർ സ്കൂളിലെ സയൻസിലെ ടോപ്പ് സംഗീത 1192 മാർക്ക്. സെക്കൻഡ് ഇയറിൽ 1 മാർക്ക് മാത്രമാണ് സംഗീത നഷ്ടപ്പെട്ടത്. അതുപോലെ തടിക്കാട് സ്കൂളിലെ ടോപ്പ് കൃഷ്ണയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. നമ്മളത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് ഒരു വാർത്തയായിട്ട് വന്നതല്ല. അപ്പോൾ അല്ലാതെ ലൈവ് വന്നപ്പോൾ നമുക്ക് അവരെ നേരത്തെ വിളിച്ച് ചേർക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൃഷ്ണയ്ക്ക് 1000 നല്ല മാർക്ക് കൃഷ്ണയ്ക്ക് ഉണ്ട്. കൃഷ്ണ തടിക്കാട് സ്കൂളിലെ ടോപ്പാണ്. അതുപോലെ അഞ്ചൽ വെസ്റ്റ് സ്കൂളിലെ കൊമേഴ്സിൽ ടോപ്പ് 1197 മാർക്ക് മേടിച്ച ആസിയ. 3 മാർക്ക് മാത്രമാണ് ആസിയക്ക് നഷ്ടപ്പെട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം ഇംഗ്ലീഷ് 1 മാർക്കും 2ാം വർഷം ഇംഗ്ലീഷ് 2 മാർക്കും. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് മേടിച്ച ആളായിരുന്നു ആസിയ. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ടാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയായിട്ടുള്ളൊരു അധ്യാപന രീതിയാണ് നമ്മളിവിടെ നടത്തുന്നത്. എല്ലാ ടോപ്പിക്കുകളും ഒരു ഡിസംബർ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യത്തിലേക്ക് തീർക്കുന്ന രീതിയിലും തുടർന്നുള്ള 2 മാസം നൈറ്റ് ക്ലാസ്സും പകൽ സമയങ്ങളിലും എല്ലാ പരീക്ഷകളും ഓരോ വർഷവും നമ്മളൊരു 80-ലധികം എക്സാമുകൾ നടത്താറുണ്ട്.
നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടിയോട് തിരക്കിയാൽ തന്നെ ഞങ്ങളുടെ പരസ്യം അവരാണ്. അവർ എല്ലാവരും നമ്മളെപ്പറ്റി നല്ല അഭിപ്രായങ്ങളായിരിക്കും പുറത്തു പറയാൻ നമുക്ക് പൂർണ്ണമായും നല്ല ബോധ്യമുണ്ട്. കാര്യം ഞങ്ങൾ ആ രീതിയിലുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട ക്ലാസ്സാണ്. നമ്മുടെ ജില്ല കൊല്ലം സമീപപ്രദേശത്തുള്ള തിരുവനന്തപുരം, പത്തനംതിട്ട, നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരെയുള്ള അധ്യാപകർ നിലവിൽ ട്യൂഷൻ മാത്രം കൈകാര്യം ചെയ്യാൻ വരുന്നുണ്ട്. അതോടൊപ്പം ട്യൂഷനോടൊപ്പം തന്നെ നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും എൻട്രൻസ് കോച്ചിങ് നൽകുന്ന അഞ്ചലിലെ ഒരു സ്ഥാപനമാണ് നിലവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അഞ്ചല്, ഏരൂര്, പുനലൂര് 3 ബ്രാഞ്ചായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഈ വർഷം മുതൽ നമ്മൾ കൊട്ടാരക്കരയിലും പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അവിടെയും ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്ഥലങ്ങളിലായിട്ട് എയ്സ് പ്രവർത്തിക്കുന്നു. ഹയർ സെക്കൻഡറി എല്ലാ വിഷയങ്ങളിലും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHS എല്ലാ വിഷയങ്ങളിലും ട്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ എൻട്രൻസിന് കോച്ചിങ് ഉണ്ട്. കംപ്ലീറ്റ് പ്രാക്ടിക്കൽ സൗകര്യം, ലാബ് സൗകര്യങ്ങൾ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ലാബ് സൗകര്യങ്ങൾ പൂർണ്ണമായും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ നമുക്ക് എല്ലാ ലാബുകളും, കൊമേഴ്സിന് അക്കൗണ്ടൻസിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലാബ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ മികച്ച പ്രാക്ടിക്കൽ സംവിധാനം നമുക്കുണ്ട്, മികച്ച അധ്യാപനം നമുക്കുണ്ട്, നല്ല ചിട്ടയായ പരീക്ഷ നടത്താറുണ്ട്. നമ്മുടെ ഏത് പേരൻസിനോട് ചോദിച്ചാൽ അറിയാം, എല്ലാ മാസവും നമുക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ട്. ഒരു മാസത്തിൽ നമ്മളത് ഓഫ്ലൈൻ നേരിട്ടാണെങ്കിൽ അടുത്തൊരു മാസം ഓൺലൈൻ ആയിരിക്കും, നമുക്ക് വരെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവർത്തനം നടത്തുന്നത്. ആ ഒരു ചിട്ടയായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും മെച്ചപ്പെട്ട റിസൾട്ട്, അഭിമാനകരമായ ചരിത്രമായിട്ടുള്ള റിസൾട്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ കൂടെ നിന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും സ്നേഹിതരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാവർക്കുമുള്ള നന്ദിയും പ്രകാശിപ്പിക്കുകയാണ്. അഞ്ചൽ എയ്സ് സ്റ്റഡി സെന്ററിന്റെ അഭിമാന നിമിഷമാണ് ഇപ്പോൾ. നമുക്ക് ഇവിടുത്തെ അധ്യാപകൻ പേര് സജി എന്നാണ്. നമുക്ക് അങ്ങോട്ട് ക്ലാസ് സ്റ്റഡി നടക്കുന്നിടത്തോട്ട് നടന്നു പോകാം. സജി ഇവിടുത്തെ അധ്യാപകനാണ്. കുട്ടികളൊക്കെ എങ്ങനെയാ? നല്ല ഞാൻ കൊമേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കരുത്തിട്ട കുറച്ച് കുട്ടികൾ നമുക്ക് ഈ വർഷം ഉണ്ടായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഞങ്ങളുടെ ചിട്ടയായിട്ടുള്ള പഠന രീതികളാണ് ഇത്രയും നല്ലൊരു ഒരു വിജയം കൈവരിക്കാനായിട്ട് സഹായിച്ചത്. എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ അനുമോദനം അറിയിക്കുന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് എന്നാണ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മക്കളെ ഇങ്ങോട്ട് വാ, 3 പേരും വാ. ഗോപിക ഗോപിക മറ്റു കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? മക്കൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, അതാണ് ഏറ്റവും നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തരാകുന്നത്. ഈ 1200 നേടിയതിനെക്കാട്ടിലും വലിയ വിജയമാണ് മോള് നേടിയത്. കാരണം പൊരുതിയാണ്, 3 മാർക്കിനാണ് പോയത്. എങ്ങനെയായിരുന്നു ആ അനുഭവം? സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നല്ല സാറിന്മാരുടെയൊക്കെ കോച്ചിങ് ഉണ്ട്, നല്ല മാർക്ക് നേടാൻ പറ്റി. കുളത്തുപുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, ഹൈ സ്കൂൾ അല്ലേ? കുളത്തുപുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഈ 2 ഇരട്ട കുട്ടികളും, അനിയത്തിയും ചേട്ടത്തിയുമാണ്. മോള് പറ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ അനുഭവമൊക്കെ? ഏത് സ്കൂളിലെ ടോപ്പാണ്. എനിക്ക് സ്കൂളിലത്തെ സാറുമാരും അതുപോലെ തന്നെ ഈ 2 വർഷം സാറാണ് എന്നെ, ജിഷ്ണു സാറാണ്, ജിഷ്ണു സാറാണ് എന്നെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെ പകുതി ടീച്ചേഴ്സ് പകുതി ഇവിടെയാണ്. ഏത് സ്കൂളിലെ ടോപ്പറാണ്? പേര് പറഞ്ഞു. സയൻസ് ടോപ്പർ സംഗീതയാണ്. മോള് നല്ല കാഴ്ചയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. മറ്റ് കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇനിയും പരീക്ഷയ്ക്കൊക്കെ തയ്യാറാവുന്നത്? നമ്മൾ എവിടെയാണോ പഠിക്കുന്നത്, എവിടെ ആയിക്കോട്ടെ, നമ്മുടെ സ്ഥാപനമല്ല പ്രശ്നം. നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നല്ല വിജയങ്ങൾ കണ്ടെത്താനുള്ള സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ തേടി എടുക്കുക. എന്താ പറയുക, നമ്മുടെ ഈ ഒരു വിജയത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമ്മളുടെ ചുറ്റുപാട് അതിനെ എപ്പോഴും ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ട് കാണാൻ രീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ എയ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ +1 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. +1 ഹയർ സെക്കൻഡറി മാത്രമുള്ള സെൻ്ററാണ് എയ്സ്. +1 ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നിലവിൽ പുതിയ ബാച്ച് ക്ലാസ്സുകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്നു. 2 ബാച്ചിൻ്റെ അഡ്മിഷൻ ഏകദേശം പൂർത്തിയാവുന്നു. സയൻസ് ബാച്ചിൽ, കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിലും ഓരോ ബാച്ച് അഡ്മിഷൻ പൂർത്തിയാവുന്നുണ്ട്. സംഗീതം സംസാരിച്ചപ്പോൾ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ടാലൻറ്റ് കണ്ട എക്സാം എന്ന് പറഞ്ഞൊരു വലിയൊരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2022 ടാലൻറ്റ് കണ്ട എക്സാമിൽ 1ാം സ്ഥാനത്ത് വന്ന ആളാണ് സംഗീത. അതാണ് സംഗീതയ്ക്ക് സ്കോളർഷിപ്പോടുകൂടി ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റിയത്. അന്ന് 1ാം സ്ഥാനം നേടിയ സംഗീത ഇന്നും ആ 1ാം സ്ഥാനം നിലനിർത്തുന്നുണ്ട്. ഇവർ 3 പേരും ആ ടാലൻറ്റ് കണ്ടിൽ ടോപ്പ് 10 വന്ന കുട്ടികളാണ്. അപ്പോൾ അവർ അന്ന് ടോപ്പിൽ വന്ന കുട്ടികൾ ഇന്നും അതേ വിദ്യാഭ്യാസ രീതി അവർ പിന്തുടർന്ന് വന്ന് ഇപ്പോഴും അഭിമാനകരമായ ഒരു വിജയം കൈവരിച്ച് നമുക്കും നാടിനും കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു അഭിമാനകരമായ റിസൾട്ട് നേടിയെടുത്ത് അവർ വരികയാണ്. മുന്നോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഇന്നലെ +2 റിസൾട്ട് വന്ന്
മികച്ച വിജയം കൈവരിച്ച എല്ലാവരും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലും അവർക്ക് ഏത് വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാ കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടുന്ന് പാസ്സായ കുട്ടികൾ അവർക്ക് തുടർ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തിന് അവർക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവർ സംശയങ്ങളുണ്ടാവും, ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. അത് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ നമ്മളെ അറിയിക്കാം. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന വിജയങ്ങളിലെല്ലാം ഞങ്ങൾ പങ്കുചേരും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷം ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികൾക്കും അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഏറ്റവും മികച്ച വിജയം ആശംസിക്കുകയാണ്. താങ്ക് യു. രേണു, എന്താവാനാണ് ഇനി തീരുമാനം? എന്താണ് ഇനി ഉള്ള ലക്ഷ്യം? ഇനി ഞാൻ MBBS വേണ്ടി ട്രൈ ചെയ്യാണ്. എന്നെ റിപ്പീറ്റിന് പോകാനാണ് ആഗ്രഹം. അവളോ? ഞാനും അവിടെ MBBS സംഗീതമാണോ? റിപ്പീറ്റ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഒന്നും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനില്ലല്ലോ. ഇല്ല. എല്ലാവിധ സന്തോഷവും അല്ലേ ഉണ്ട്. എല്ലാവിധ അഭിനന്ദനവും. ഈ നമ്മുടെ എയ്സ് സ്റ്റഡി സെന്ററിലെ വലിയ വിജയമാണ് ഈ +2 പരീക്ഷയിൽ നേടിയിരിക്കുന്നത്, SSLC പരീക്ഷയിലും നേടിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ അല്ലേ? ഹയർ സെക്കൻഡറിയിൽ വലിയ വിജയമാണ് അഞ്ചൽ എയ്സ് സ്റ്റഡി സെന്റർ നേടിയിരിക്കുന്നത്. വലിയ സന്തോഷമാണ് ഇവിടെ നിന്നുള്ളത്.